അർജുന് ജന്മനാടായ കോട്ടയം കടുത്തുരുത്തിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ വൻ സ്വീകരണമാണ് നാട്ടുകാർ ഒരുക്കിയിരുന്നത്. മന്ത്രിമാരും MLAയും ഉൾപ്പെടുന്ന ഒട്ടേറെ രാഷ്ട്രീയ പ്രമുഖരും ദിലീപ്, രമേശ് പിഷാരടി, ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയ സിനിമാ ലോകത്തെ പ്രമുഖരുമുണ്ടായിരുന്നു. വേദിയിൽ അർജുനെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയുണ്ടായി. അമ്മമാരും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലി തന്നെയായിരുന്നു അർജുനെ കാണാൻ വേണ്ടി എത്തിയിരുന്നത്. പ്രതിഭാ സംഗമത്തിൽ മറ്റു മേഖലകളിലെ പ്രശസ്തരായ വളർന്നുവരുന്ന ഒട്ടേറെ പേർക്ക് അവാർഡ് നൽകുകയുണ്ടായി. വഴിയാത്രക്കാർ അർജുനെ കാണാൻ വേണ്ടി വണ്ടി നിർത്തുകയും അർജുൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാനും അല്പനേരം സംസാരിക്കാനും തിക്കും തിരക്കുമായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹം അർജുൻ സാധിപ്പിച്ചു കൊടുത്തു. അർജുനെ വേദിയിലേക്ക് എത്താൻ പോലും കഴിയാത്തത്ര ജനപ്രവാഹമായിരുന്നു. അർജുനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഇരു കൈയും കൊണ്ട് കണ്ണുപൊത്തി ചിരിച്ചുകൊണ്ടാണ് അർജുൻ വേദിയിലേക്ക് കയറി ചെന്നത്. ദിലീപിൻ്റെ പ്രസംഗത്തിൽ ദിലീപ് പറയുകയുണ്ടായിരുന്നു, അർജുനെ കാണാൻ വേണ്ടി ഞാൻ ബിഗ് ബോസ് വരെ പോയിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും അർജുൻ ചിരിച്ചു. പക്ഷേ അർജുൻ കടുത്തുരുത്തിക്കാരനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നും അതുപോലെ പിഷാരടി ഈ നാട്ടുകാരനാണെന്ന് ഇത്രയും കാലം എനിക്ക് അറിയില്ലായിരുന്നു എന്നും ദിലീപ് പറഞ്ഞു. അർജുൻ്റെ മറുപടി പ്രസംഗത്തിൽ അർജുൻ പറയുകയുണ്ടായി, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും വിജയികളാണ്. ആരും തോറ്റവരാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. നിങ്ങളെല്ലാവരും ഒരു മിഷൻ വെച്ച് മുന്നോട്ട് ജീവിക്കുക. ആദ്യം ഒരു ഡ്രീം സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുവേണ്ടി മാക്സിമം പ്രവർത്തിക്കുക. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ദുഃഖിക്കേണ്ട. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിന് ഒരു ഉദാഹരണമാണ്. ഞാനും തോറ്റവനായിരുന്നു. ബിഗ് ബോസിലേക്ക് ഞാൻ ഒരുപാട് അറ്റംപ്റ്റ് എടുത്തിരുന്നു. 4ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അതുവരെ ഞാൻ തോറ്റവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഡെസ്പാവാതെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഡ്രീമിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇതായിരുന്നു അർജുൻ്റെ മറുപടി പ്രസംഗം. അർജുൻ്റെ ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് എല്ലാവരെയും അർജുനിലേക്ക് ആകർഷിച്ചതും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അർജുൻ പ്രിയപ്പെട്ടതായതെന്ന് താഴെ കമൻ്റായി അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.